Meet the editors. കണക്ക് തെറ്റുമോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ ചോദ്യത്തിലൊരു കൗശലമുണ്ട്, അത് പ്രേക്ഷകർ മനസ്സിലാക്കും. ഇതിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കണക്ക് എന്തായാലും ഒരാളുടെ തെറ്റുമല്ലോ, സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയല്ലേ വിജയിക്കൂ. അപ്പോൾ കണക്ക് മൂന്ന് പേരുടെയും കണക്ക് തെറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് അത്ര വലിയ കണക്കില്ല, നില മെച്ചപ്പെടുത്തുമെന്നൊരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ വേണം. പക്ഷേ പി വി എൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ, 25,000 എന്നൊരു കണക്കുണ്ട്. അപ്പോൾ കണക്ക് തെറ്റുമോ എന്നുള്ളതാണ്. തെറ്റതെങ്കിൽ ആരുടെ കണക്കെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഞാൻ. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല. പോളിംഗ് ശതമാനം എത്ര കുറയുമെന്നതിനെക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പോളിംഗ് ശതമാനം, ശ്രീ ആൻഡ്രി അഗസ്റ്റിൻ മാത്രമാണ് പോളിംഗ് ശതമാനം കൂടും എന്ന് പറയുന്നത്. കൂടിയില്ലെങ്കിൽ ഇതിനടുത്തൊക്കെ വന്നു. അപ്പോൾ അതൊരു അത്ഭുതകരമാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊന്നും നമ്മളിത് കണ്ടില്ല. ജനം എന്തോ കരുതിക്കൂട്ടി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ ഒരു ഒന്നാമത്തെ ടേക്ക്. അങ്ങനെ ഒരു കാര്യമായൊരു പോളിംഗ് ഉണ്ടായിരിക്കുന്നു നിലമ്പൂരിൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതോ ഒരു ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റി ഇൻകംബൻസി ആണോ, അതോ സർക്കാരിനോട് അങ്ങനെ വിരോധമൊന്നുമില്ല, സർക്കാരിന് അനുകൂലമായിട്ടാണോ? ഇനി അതല്ല, തിരഞ്ഞെടുപ്പിലെ 4ാം കക്ഷിയായ PV അൻവറിന് അനുകൂലമായി ജനങ്ങൾ ഇറങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ സാധാരണ കാണാത്തതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര കാര്യമായി വോട്ട് ചെയ്തത്? എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇത്രയും എത്തിയത്? 2,25,000 ആകെ വോട്ടുകളുണ്ടായിരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ 1,73,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട സ്ഥലത്ത് 2,32,000 പോളിംഗ് ആകെ വോട്ടുകൾ കൂടിയ ഈ തെരഞ്ഞെടുപ്പിൽ 1,70,75,000 വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഈ 1,70,75,000 വോട്ടിൽ SDPIക്ക് 3,700 വോട്ടുകൾ കഴിഞ്ഞവണ്ണം ഉണ്ടായ മണ്ഡലമാണ്. ഞാനതൊരു 3,000 എങ്കിലും അവർ പിടിക്കും എന്ന് വിചാരിക്കും. അവസാന ദിവസം ഭയങ്കര രസകരമായിരുന്നു. PV അൻവർ വോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി SDPI ടാർഗറ്റ് ചെയ്തത് മുഴുവൻ അവസാനത്തെ 2 ദിവസം PV അൻവറിനെയായിരുന്നു. അവരുടെ വോട്ടുകൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. BJP എത്ര വോട്ട് പിടിക്കും? BJP കഴിഞ്ഞ തവണത്തെ 12,000 പിന്നെ 8,000 അറിയാമല്ലോ. BDJS വന്ന സമയത്ത് 12,000, BJP വന്ന 8,000, അതിലും താഴെ പോകാനൊക്കെ സാധ്യതയുണ്ട്. PV അൻവർ ഒരു 15,000 16,000, അവർ തന്നെ പറയുന്നത്, അവരുടെ ക്വാർട്ടേഴ്സ് പറയുന്നത് ഒരു 25,000 വോട്ട് പിടിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഞാനൊരു 15,000 കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർന്നാൽ 25,000. 1,70,75,000 വോട്ടിൽ നിന്ന് 25,000 വോട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. പിന്നെ 1,50,000 വോട്ടിൽ 75,001 വോട്ട് പിടിക്കുന്നയാൾ ജയിക്കും. അതാണല്ലോ 75,000 വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി UDFന് ആ മണ്ഡലത്തിലുണ്ട്. PV അൻവറും ഇടതുമുന്നണിയും കൂടെ ചേർന്നാൽ അവർക്കുമുണ്ട്. പക്ഷേ PV അൻവർ ഇല്ല. ഇടതുമുന്നണി ഒറ്റയ്ക്ക് 75,000 വോട്ടിന് മുകളിൽ പിടിക്കണം. ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ മുന്നണികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആത്മവിശ്വാസം കാണുമ്പോഴും, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കാണുമ്പോഴും, നമ്മളൊക്കെ വ്യക്തിപരമായി ഇവരോട് സംസാരിക്കുമ്പോഴുമൊക്കെ ഇടതുമുന്നണി പറഞ്ഞത് 2,000 അല്ലെങ്കിൽ 1,800. അത് 1% അല്ലേ? 1,50,000-ൻ്റെ 1% 1,500, ഇത്രേ ഉള്ളൂ. 1% ജയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് ജയിക്കുമോ തോക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു പറച്ചിലാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും പറയാം. അതൊരു ടേക്കേ അല്ല. ഇടതുമുന്നണി അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് തീരെ ആത്മവിശ്വാസമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത്. UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ കൃത്യമായ കണക്കൊന്നും നമ്മൾ പലരെയും വിളിക്കുന്നുണ്ട്. ആരും അങ്ങനെ കൃത്യമായി ഒന്നും പറയുന്നില്ല. പക്ഷേ ഔദ്യോഗിക അനൗദ്യോഗിക അതിൻ്റെയും അനൗദ്യോഗികമായ പല നേതാക്കൾ പലത് പറയുന്നത് 15,000 വരെ ഞങ്ങൾക്ക് നേടാം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല, കാരണം UDF എത്രയാണ് കൂട്ടിയത് നമുക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രശ്നം, ഇടതുമുന്നണി 1% വോട്ടിൽ ജയിക്കുമെന്ന് പറഞ്ഞതും PV അൻവറിൻ്റെ കേന്ദ്രങ്ങൾ ഞങ്ങളൊരു 25,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതിലുമാണ് എൻ്റെ പോയിൻ്റ് ഇരിക്കുന്നത്. 25,000 പിടിക്കുമെന്ന് പറഞ്ഞത് ഒരു 15,000 കുറയ്ക്കൂ. ഇടതുമുന്നണിയുടെ 1% എന്ന് പറയുന്നത് അതൊരു വലിയൊരു ആത്മവിശ്വാസ പ്രകടനമേ അല്ല, അത് ഏതാണ്ടൊരു പരാജയം സമ്മതിക്കലാണ്. എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 കൂട്ടരുടെ കണക്ക് തെറ്റും. ഓക്കെ, ആൻഡ്രി അഗസ്റ്റിൻ, കണക്ക് തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ കണക്കാണ് തെറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ജിമ്മി പറയുന്നതനുസരിച്ച് UDF അവിടെ നല്ല എഡ്ജുണ്ട് എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവാണ് 1% റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെ കണക്ക് തെറ്റും? സാറേ, ഞാൻ ഈ പോളിംഗ് ശതമാനം കൂടുമെന്ന് പറയാനുള്ള കാരണമല്ല, പോളിംഗ് ശതമാനം കൂടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 72 തുടങ്ങി 75% വരെ പോളിംഗ് എത്തുമെന്ന് പറയാം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ആ മണ്ഡലത്തിൽ നിന്നും പുറത്തേക്ക് ആളുകൾ പോയി താമസിക്കുന്നതും വിദേശത്ത് ജോലി ചെയ്യുന്നതും വളരെ കുറവാണ്. അതൊരു മലയോര മേഖലയും മലയോര മണ്ഡലമാണ്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷനിൽ എല്ലാ വീടുകളിലും ഓരോ നേതാക്കന്മാർക്കും ചാർജ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ അത് ആ ബൂത്തിൽ നിന്ന് ആ വാർഡിലേക്ക് വിളിച്ചു പറയും. ആ വാർഡിലെ നേതാക്കന്മാർ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് വരും, ഞങ്ങൾ വോട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്ന ശൈലി സാധാരണ ബൂത്ത് ഇലക്ഷൻ സംവിധാനത്തിനിടെ ബൈ ഇലക്ഷൻ സംവിധാനത്തിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ 75% താഴെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതൊരു മലയോര മേഖലയും കാർഷിക മേഖലയും ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അത് ഒരു കണക്ക് വരെ ശരിയായി 75.3% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ 1,74,799 വോട്ട്, 1,75,000 വോട്ട് എന്ന് കണക്കാക്കിക്കോളൂ. അതാണ് ഈ വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു ലോജിക്കലി കറക്റ്റായ കാര്യം എന്ന് പറയുന്നത്. ബൈ ഇലക്ഷൻ മറ്റുള്ള സംസ്ഥാന ജില്ലകളിൽ കാണുന്നത് പോലെ ബൈ ഇലക്ഷൻ കുറയുമ്പോൾ വോട്ട് കുറയേണ്ട സാധ്യത നിലമ്പൂരിലില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു പരിധിവരെ ഞാൻ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ശതമാനം വോട്ട് ഏതൊക്കെ മുന്നണിക്ക് കിട്ടും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ വലിയ രീതിയിൽ അവിടെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിച്ചെങ്കിലും വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, കുഞ്ഞാലിക്കുട്ടിയെ പോലെ മുതിർന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടിയെ പോലെയും കെ കരുണാകരനെ പോലെയുമുള്ള അതുപോലെ തന്നെ കെ മാണീൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഒന്നിച്ച് മന്ത്രിസഭയിൽ അടക്കം വരുന്ന ഒരു മുതിർന്ന നേതാവ് വീടുകൾ കയറി ഇറങ്ങി വലിയ രീതിയിൽ ആ വോട്ടിനെ സ്വാധീനിക്കാൻ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിനെ ഒറ്റക്കെട്ടായി നിർത്താനും ലീഗിൻ്റെ അടുത്ത് അപസ്വരങ്ങളില്ലാതിരിക്കാനും ഈ പറഞ്ഞ ആര്യാട മുഹമ്മദ് ആര്യാട ഷൗക്കത്തുമായി ലീഗുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കി തീർത്ത പോലെ ഒരു പ്രതീതി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാനും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ അതിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താൻ, വീടുകൾ കയറി ഇറങ്ങുന്ന രീതിയിലേക്കുള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ AP അനിൽകുമാറിൻ്റെ ആയാലും ഈ പറഞ്ഞ ജയന്തിൻ്റെ ആയാലും VG ജോയിൻ്റെ ആയാലും പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും ഉള്ള പ്രകടനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ പറഞ്ഞ 4 നേതാക്കന്മാർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം. പിന്നെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഈ പറയുന്ന ആരാണ് KC വേണുഗോപാലായാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയായാലും ആ നേതാക്കന്മാർ വലിയ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു. ആർക്കും അവിടെ ഒരു അസ്വരസ്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിനകത്ത് ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടുകൾ പിന്നിക്കുന്ന സാഹചര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 76,000 വോട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ VV പ്രകാശിന് കിട്ടിയ 76,000 വോട്ട്, അതിൽ നിന്ന് കൂടാനാണ് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ ആൻറ്റി ഇൻക്യുംബൻസി ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ വോട്ട് ശതമാനം കൂടുകയും കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറയാനും സാധ്യതയുണ്ട്. കാരണം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല. ഞാൻ വിചാരിക്കുന്നില്ല വലിയ രീതിയിൽ ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. കാരണം കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായ സ്ഥലത്ത് കോൺഗ്രസിൻ്റെതായ കിട്ടേണ്ട വോട്ടുകൾ കോൺഗ്രസിന് കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിചാരിക്കുന്നത് കോൺഗ്രസിന് 80,000 തുടങ്ങി 90,000 വരെ വോട്ടുകൾ കിട്ടാം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. 80,000 തുടങ്ങി 90,000 വരെ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വിജയത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. LDFിൻ്റെ വോട്ടുകൾ കിട്ടേണ്ടത് എന്ന് പറയുന്നത് അവരുടെ കേഡർ വോട്ടുകളും പിന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ, കാരണം മുഖ്യമന്ത്രി അടക്കം 3 ദിവസം അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുള്ള വലിയ വോട്ടുകളും ഈ സാമുദായിക വോട്ടുകളൊക്കെ ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയൊക്കെ മണ്ഡലത്തിലുള്ളതുകൊണ്ടും അതുപോലെയുള്ള സാമുദായിക വോട്ടുകളും വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വോട്ടുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് 70,000 തുടങ്ങി 80,000 വരെയാണ് മാക്സിമം കിട്ടാൻ സാധ്യത എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് PV അൻവറിൻ്റെ കാര്യമാണ്. PV അൻവറിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ വിചാരിക്കുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്, PV അൻവറിൻ്റെ കാര്യത്തിൽ നോർമൽ ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ 20,000 തുടങ്ങി 25,000 വരെ വോട്ട്. കാരണം അവിടുത്തെ PV അൻവറിൻ്റെ വ്യക്തിബന്ധവും സാമുദായിക ബന്ധങ്ങളും അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്ന ഇമോഷണൽ കണക്റ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് 20,000 തുടങ്ങി 25,000 വരെ വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്താൽ PV അൻവർ വലിയ രീതിയിലുള്ള കുത്തക വോട്ട് അൻവറിന് PV അൻവറിന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ PV അൻവർ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കുറയാൻ പോകുന്നത് എവിടെ നിന്നാണ്? UDFിൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. UDFിനും അൻവറിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ അൻവറിൻ്റെ വോട്ട് നല്ല രീതിയിൽ കൂടുകയും നല്ല
നല്ല രീതിയിൽ കൂടാനാണ് സാധ്യത. അതൊരു കുറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞൊരു ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്തില്ല. ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്ത ട്രെൻഡായിട്ടായിരിക്കും. ട്രെൻഡാണെങ്കിൽ അൻവറിന് വലിയ രീതിയിൽ വോട്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 20,000 വോട്ട് തുടങ്ങി 25,000 വരെ നോർമൽ സ്റ്റേജിൽ അൻവറിന് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ കുത്തന കയറ്റം ഉണ്ടാവും. അതുപോലെ UDF കുറയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 20,000 വോട്ട് കൂട്ടിക്കോളൂ അൻവറിൻ്റെ ലെവലിൽ, 25,000 വരെ മാക്സിമം. അതുപോലെ തന്നെ NDAക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാക്സിമം പോയ 3,500 തുടങ്ങി 5,000 വോട്ട് വരെയാണ്. 3,500 ഞാൻ വിചാരിക്കുന്ന വോട്ട്. അതിനകത്ത് കൂടാനുള്ള ഒരു സാധ്യതയും ഞാൻ അവിടെ കാണുന്നില്ല. അതിനുള്ള യാതൊരു രീതിയിലുള്ളൊരു വർക്ക് അവിടെ നടന്നിട്ടില്ല. കാരണം എന്താണ്, NDAയുടെ പ്രധാനപ്പെട്ട ഇത് ഇപ്പോഴത്തെ NDAൻ്റെ നേതാക്കന്മാരാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ലെവലിൽ എത്ര രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാലും ഞാൻ 3,500. SDPIക്ക് ഞാനൊരു 1,500 വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ആദ്യം ഞാൻ പറഞ്ഞ 80,000, 70,000, 20,000, 3,500, 1,500 കൂക്കിയാൽ 1,75,000 വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 വോട്ട് തുടങ്ങി UDFൻ്റെ വിജയം എത്താം. ഒരു 10,000 വോട്ടിന് മേലേക്ക് UDFൻ്റെ വിജയം ഉണ്ടാകുകയാണെങ്കിൽ ഒരു 10,000 വോട്ടിൻ്റെ വിജയം UDFന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റിൽ എന്ത് സംഭവിക്കും, അൻവറിനും കോൺഗ്രസിനുമായി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും അത് ആരെ വിജയത്തിലേക്കും ഈ പറയുന്ന നമ്മുടെ സ്വരാജിൻ്റെ വിജയത്തിലേക്ക് എത്താനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഏക പ്രതിഫലിക്കുന്ന വിഷയം നമ്മൾ നോക്കുന്നത് ആൻറ്റി ഇൻക്യുമൻസിയാണ്. ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സ്വരാജിനെ ഗുണം ചെയ്യുള്ളൂ. ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് 100% UDFിലേക്കും അൻവറിലേക്കും സ്പ്ലിറ്റ് ചെയ്യും. അൻവറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അൻവറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് UDF ഉന്നയിച്ചത്. അല്ലെ ആന്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റ് ആവുക LDFിൽ നിന്ന് LDFിലേക്ക് അടരാൻ സാധ്യതയില്ല. കാരണം LDFിൻ്റെ വാർത്ത ഞാൻ പറയാം. LDFിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ LDFിൻ്റെ 50,000, 60,000 തുടങ്ങി 60,000 വരെയുള്ള വോട്ട് കേഡർ വോട്ടുകളാണ്. ആ കേഡർ അനുകൂല വോട്ടുകളാണ്. അത് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ആന്റി ഇൻകംബൻസി കേഡർ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കേഡർ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതിനകത്ത് ഫ്ലോട്ടിംഗ് വോട്ടിലായിരിക്കുമല്ലോ. അതിന് ഞാൻ പറഞ്ഞത് ഗുണം ഞാൻ പറയാം. ഈ നമുക്കത് ഒരു പാർട്ടി ഇപ്പം ഞാൻ കേഡർ ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ നോർമലി അത് പ്രതിപക്ഷത്തിനാണ് ഗുണമാവേണ്ടത്. പക്ഷെ ഇവിടെ പ്രതിപക്ഷം 2ആണ്. ഭരണവിരുദ്ധ വോട്ട് ഭിന്നിപ്പിക്കും. അതെ, പക്ഷെ അത് ഭരണപക്ഷത്ത് നിന്ന് പുറത്തു വരുന്ന വോട്ടുകൾ ഭിന്നിക്കും. അതെ ഞാൻ പറയുന്നത്. അപ്പൊ ഭിന്നിച്ചാലും ഭരണപക്ഷത്തുനിന്ന് ഒരു വോട്ട് ഇളകുകയും അങ്ങനെയല്ല വലിയ രീതിയിൽ വോട്ട് ഇളകാനില്ല. അവിടെ ഇളകാനുള്ള വോട്ട് എന്ന് പറഞ്ഞാൽ 10,000 തുടങ്ങി 15,000 വരെ വോട്ടുകൾ ഇളകാനുള്ളൂ. കാരണം ബാക്കിയുള്ളത് പാർട്ടിയുടെ കേഡർ വോട്ടാണ്. കേഡർ വോട്ട് തൊടാൻ പറ്റില്ല. ആ 10,000 രൂപ അവിടുന്ന് ഇറങ്ങി വന്നാൽ തന്നെ എങ്ങനെ പോലും 50,000 കേഡർ വോട്ട് അത്രയൊന്നുമില്ല. കേഡർ വോട്ട് അവർ കണക്ക് കൂട്ടുന്ന 35 അല്ല. കേഡർ വോട്ടുകൾ വെച്ചാൽ പാർട്ടിയിലെ അംഗമുള്ള വോട്ടുകൾ കുറവാണ്. മീൻസ് അത്രേ ഉള്ളൂ. പക്ഷെ അത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കേഡർ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. പ്ലസ് അനുകൂല വോട്ടുകൾ കൂടി വന്നാൽ ശ്രീരാമകൃഷ്ണന് കിട്ടിയ 69,000 ഇതുവരെ പാർട്ടി ചിഹ്നത്തിൽ കിട്ടിയ പരമാവധി. ഞാൻ പറയുന്നത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 69,000 കിട്ടിയത് നമ്മളൊരു 15,000 വോട്ട് വിട്ടോളൂ എന്ന്. 15,000 വോട്ട് വിട്ടോളൂ. ബാക്കി നമുക്കൊരു കേഡറായിട്ട് കൂട്ടാം. അനുബന്ധ സംവിധാനമാണ്. ആ 15,000 വോട്ടിൽ നിന്ന് അത് പോകാൻ പോകുന്നില്ല. 50,000 തുടങ്ങി 55,000 വരെ പോകാനേ പോകുന്നില്ല. ബാക്കിയുള്ള 50,000 തുടങ്ങി 70,000 വരെയുള്ള വോട്ട് 15,000 വോട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാനുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്ത് UDFിലേക്ക് മാത്രമല്ല വരികയെന്ന് ഞാൻ പറയുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് വരാൻ പോകുന്നത് PV അൻവറിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരം പിന്നെ അവിടെ വോട്ടാകുകയാണെങ്കിൽ ആ വോട്ടാകുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2ആയി പോകും. ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വരാൻ പോകുന്നത് UDFിലേക്കാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കണക്കാണ്. വിജയം ഉണ്ടാകുകയാണെങ്കിൽ നോർമൽ ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ 10,000 വോട്ടിൻ്റെ വിജയം UDFിനുണ്ടാവും. അതാണ് അവിടെ നടക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കണക്ക് തെറ്റുമോ എന്നാണ് ചോദ്യം. നിലമ്പൂരിൽ കണക്ക് തെറ്റും എന്നുള്ളതാണ് എൻ്റെയും ഒരു കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 3-4 കണക്കുകളാണല്ലോ ഉള്ളത്. ആദ്യത്തെ കണക്ക് CPMൻ്റെ കണക്കാണ്. CPM കൃത്യമായി പഞ്ചായത്ത് തിരിച്ച് മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള കണക്കുകളാണ് തന്നത്. 1,638 വോട്ടുകൾക്ക് നിലമ്പൂരിൽ സ്വരാജ് വിജയിക്കും എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അതിനവർ ആധികാരികമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ അവരുടേതെന്ന് കരുതുന്ന വോട്ടുകൾ 90% അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ 1,638 വോട്ടുകൾ എന്ന് പറയുന്ന ലോജിക്കാണ് ഞാൻ ഈ പറയുന്നത്. 2, UDFിൻ്റെ 75% വോട്ടുകളും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്കായിട്ട് അവർ പറയുന്നത്. എന്നിട്ട് സംശയമുള്ള മുഴുവൻ വോട്ടർമാരെയും അവരിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് സംശയമുള്ള മുഴുവൻ വോട്ടർമാരുടെയും കണക്ക് LDFിൻ്റെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് എപ്പോൾ മുതലാണ് തുടങ്ങിയെന്ന് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും CPMൻ്റെ കണക്ക് കൂട്ടൽ കൃത്യമായിരുന്നു. CPM എന്താ,
CPM-ന്റെ പാർട്ടിക്കുള്ളിൽ നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയ ഷീറ്റ് പോലെ പാർട്ടിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്ത ഷീറ്റിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അന്ന് പക്ഷേ ആരും അത് പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചിരുന്നില്ല. 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. പാലക്കാട് വളരെ കൃത്യമായി ഇത് സംഭവിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ, ചേലക്കരയുടെ കാര്യത്തിൽ വിജയിക്കുമെന്നായിരുന്നു, 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു, അതും കൃത്യമായി സംഭവിച്ചു. അതേ മെത്തഡോളജിയിലാണ് CPM ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് 50% സംശയമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ മാത്രമേ അവർക്ക് ഇതിനകത്ത് ക്രോഡീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് CPM പ്രവർത്തകർ പറയുന്നൊരു ആത്മവിശ്വാസം. പക്ഷേ ഞാൻ അപ്പോഴും 1638 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കുമെന്നുള്ളതിനെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. കാരണമുണ്ട്. ഇനി മറുഭാഗത്ത് UDF-ൻ്റെ ആത്മവിശ്വാസം 12,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിന് ലോജിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, BJP തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ആ കണക്ക് തെറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8,500 കഴിഞ്ഞ തവണ അശോക് കുമാർ പിടിച്ച വോട്ട്. അത്രയും എത്താൻ BJPക്ക് സാധിക്കില്ല. നാലാമത്തത് PV Anwar 25,000 വോട്ട് പിടിക്കും എന്നാണ് പറയുന്നത്. അത്രയും വോട്ടും PV Anwar പിടിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാം. ഇതിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകമായി ഞാൻ മനസ്സിലാക്കുന്നത് 4-5 ഘടകങ്ങൾ അനുകൂലമായി UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതിൽ നമ്പർ 1, ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇവിടെ നടന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചാനലിൽ നടത്തിയ ചർച്ചയ്ക്കും അപ്പുറം ഫീൽഡിൽ നിന്നുള്ള പൾസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻറ്റി ഇൻകുംബൻസി ഈസ് എ ഫാക്ടർ. ആൻറ്റി ഇൻകുംബൻസി ആ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 75%-ലധികം വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണം വേണം. നിലവിൽ ആ കാരണമെന്ന് പറയുന്നത് ആൻറ്റി ഇൻകുംബൻസി ആണ് എന്നാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ആൻറ്റി ഇൻകുംബൻസിയുടെ ഗുണം തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഈ നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചയിൽ ഞാനെടുത്തൊരു പൊസിഷനുണ്ട്. PV Anwar അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണമായി ഞാൻ പറഞ്ഞത് PV Anwar കൊണ്ടുപോകാൻ പോകുന്ന വോട്ട് ഭരണപക്ഷത്തു നിന്നുള്ള വോട്ടായിരിക്കും, അഥവാ PV Anwar കൊണ്ടുവന്ന വോട്ട് തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. പ്ലസ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തുണ്ടാവുന്ന ഫ്ലോട്ടിംഗ് വോട്ടുകളും ഒരുപക്ഷെ PV Anwar പിടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോലും അത് UDF-ന് അനുകൂലമായിട്ട് മാറും. UDF-ൻ്റെ വോട്ട് അവിടെ ഇൻടാക്റ്റാണ്. അതായത് UDF-ൻ്റെ വോട്ടിനെ മറികടക്കാൻ PV Anwar-ന് കഴിയുകയുമില്ല, LDF-ൻ്റെ വോട്ട് കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിഗമനം. ഒരുപക്ഷെ വരാൻ പോകുന്ന റിസൾട്ടും അത് ശരിവയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം, ഫ്ലോട്ടിംഗ് വോട്ടുകൾ പോലും പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ LDF-ന് കഴിഞ്ഞ തവണ PV Anwar-ന് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 5,000 വോട്ട് മറിഞ്ഞാൽ തന്നെ UDF-ന് ഭരണം കിട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്ലസ് മലയോര മേഖലയിലെ കർഷകരുടെ സവിശേഷമായ സാഹചര്യം, വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉയർത്തിയത് PV Anwar ആണെങ്കിലും അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ് എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. ഭരണവിരുദ്ധ വികാരം ആ നിലമ്പൂർ മണ്ഡലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രം ഫീൽഡ്. നമ്പർ 2, PV Anwar ഒരു ഫാക്ടർ തന്നെയാണ്. ആ PV Anwar ഫാക്ടറാണെന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. PV Anwar സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന വോട്ട് CPM-ന് ലഭിക്കേണ്ടിയിരുന്ന, സ്വരാജിന് ലഭിക്കേണ്ടിയിരുന്ന, കഴിഞ്ഞ തവണ PV Anwar-ന് ലഭിച്ചിരുന്ന വോട്ടുകളിലാണ് വിള്ളലുണ്ടാക്കാൻ പോകുന്നത്. ആ വിള്ളലും ആ അർത്ഥത്തിൽ UDF-ന് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. എന്നാൽ PV Anwar UDF-ൻ്റെ പാളയത്തിൽ നിന്ന് വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് പരമാവധി ലീഗ് പ്രവർത്തകരും പരമാവധി കോൺഗ്രസ് പ്രവർത്തകരും അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തിയിരുന്നു. അത് ഏറെക്കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല PV Anwar-ൻ്റെ സൗഹൃദ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ആ മണ്ഡലത്തിലുള്ളത് ഇടതുപക്ഷ നേതാക്കളുമായിട്ടാണ്. അതായത് ലീഗ് നേതാക്കളുമായിട്ടും കോൺഗ്രസ്സുകാരുമായിട്ടും ഉള്ളതിനേക്കാൾ കഴിഞ്ഞ 9 വർഷം കൊണ്ട് PV Anwar ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക മൂലധനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പ്രവർത്തകരുമായും നേതാക്കളുമായിട്ടും കൗൺസിലർമാരുമായിട്ടും വാർഡ് മെമ്പർമാരുമായിട്ടുമാണ്. അപ്പം അവരിൽ വളരെ നിശ്ചിത ശതമാനം ആളുകൾ PV Anwar-ലേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ 10,000 വോട്ടിനപ്പുറത്തേക്ക് പോകുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല ആ അർത്ഥത്തിൽ. അതുകൊണ്ട് ഇടതുപക്ഷത്ത് നിന്ന് PV Anwar പിടിച്ചു മാറ്റിയ വോട്ടും UDF-ന് അനുകൂലമാണ്. നമ്പർ 3, ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാര്യം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട്
അവിടെ വോട്ട് പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 2, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഒരു വിഭാഗം നേതാക്കളിൽ അവിടെ ഏത് തരത്തിലുള്ള പ്രചരണമാണ് നടന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വരാജിനെതിരായിട്ടൊരു ഹിന്ദു വോട്ടിലെ ഒരു ചെറിയ വിഭാഗം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളതായിട്ട് കണക്കാക്കുന്നു. അത് തൃപ്പൂണിത്തുറയിൽ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ പലതും അവിടെ ആവർത്തിക്കപ്പെട്ടുവെന്നും ചർച്ച ചെയ്യപ്പെട്ടുവെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. അങ്ങനെ വന്നാലും അത് ആര്യാടൻ ഷൗക്കത്തിനാണ് ഗുണകരം. ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള നേരത്തെ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് തീർച്ചയായിട്ടും സ്വരാജിനേക്കാൾ വലിയ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്. PV അൻവറിനേക്കാൾ വലിയ സ്വാധീനമുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാകാം. മറ്റൊന്ന്, കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പ്രവർത്തനം. നമ്മൾ ഇവിടെ നിന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് അവ പല നേതാക്കളെയും വിമർശനത്തിന് വിധേയമാക്കിയതെങ്കിലും ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആ വോട്ടർമാരുടെ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു തിരഞ്ഞെടുപ്പിനെ സജീവമാക്കാൻ വേണ്ടുന്നതെല്ലാം നിലമ്പൂരിലുണ്ടായിരുന്നു. അതിൽ പലതും ഗുണകരമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ അത് ആ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ഉള്ള ഒരു ഫയർ കൊടുക്കാൻ, ഒരു ചൂട് കൊടുക്കാൻ ആ സംവാദത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുക? അതിൽ ആദ്യമായി നിന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 1-2 ദിവസം വന്ന് പോയതല്ല. മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. ചാണ്ടിയുമൻ കയറിയിറങ്ങാത്ത വീടുകളില്ല, ശബരിനാഥൻ കയറിപ്പോകാത്ത സ്ഥലങ്ങളില്ല, ബെന്നി ബഹനം പോകാത്ത സ്ഥലമില്ല. അവിടെ ഓരോ പ്രവർത്തകനും VS ജോയിയുടെ നേതൃത്വത്തിൽ, VS ജോയിക്ക് ഇതൊരു പ്രസ്റ്റീജിയസ് കോമ്പറ്റീഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കുള്ള ചില ദൗർബല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഒരു നേരത്തെ അദ്ദേഹം നടത്തിയിരുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധിയായി വരുന്ന ഘട്ടത്തിലും അതിനെ മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം എടുത്തു പറയേണ്ടത് യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തനമാണ് ആ മണ്ഡലത്തിൽ. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ്. അതൊരു കോട്ട പോലെയാണ് അവർ പ്രവർത്തിച്ചത്. വളരെ കൃത്യമായിട്ട് ബൂത്തുകൾ തോറും സ്ഥാനാർത്ഥികൾ കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയാണ് ഇത്തവണ അവർ പ്രവർത്തിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു. അതെ, വളരെ കൃത്യമായി. അതായത് ആര്യാടൻ ഷൗക്കത്തല്ല അവിടെ മത്സരിച്ചത്. അവിടെ മത്സരിച്ചത് UDF ആണ്. അപ്പോൾ UDF എന്നുള്ളൊരു ഫീലിംഗ്, ലീഗ് എന്നൊരു ഫീലിംഗ്, അത് പാണക്കാട് തങ്ങൾ വന്ന് PK കുഞ്ഞാലിക്കുട്ടി വന്ന് നിരന്തരം നടത്തിയ ചലനങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇത് വലിയ ഫാക്ടറാണ്. അപ്പോൾ 5ഓളം ഫാക്ടറുകൾ UDFന് അനുകൂലമായിട്ടുണ്ട്. മറുഭാഗത്ത് LDFന് അനുകൂലമായിട്ടുള്ള ഫാക്ടർ എന്താ? LDFന് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ, പക്ഷേ ഇത് മോർ ദാൻ ഇൻ എ ഫാക്ടറാണ്. അത് സ്വരാജാണ്. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ കരിസ്മ, ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ മണ്ഡലത്തിന് ലഭിച്ച ഇടതുപക്ഷത്തിലെ പ്രവർത്തകർക്ക് ലഭിച്ച ഉണർവ്, പക്ഷേ അതിന് ആ സ്പേസ് അവിടെ കിട്ടി. മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് 1 മണിക്കൂർ മുമ്പ് പരാജയപ്പെട്ടു പോകേണ്ടതാണ്. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി മത്സരം കടുത്തു. ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർക്ക് ഒരു ആവേശം കൊടുക്കാൻ സ്വരാജിന് സാധിച്ചു. പക്ഷേ സ്വരാജ് മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾക്ക് അറിയേണ്ടതല്ല, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിവാദം ഇതൊന്നും അടിസ്ഥാനമായിട്ട് താഴെത്തട്ടിൽ LDFന് അനുകൂലമായിട്ട് വർക്ക് ചെയ്തിട്ടേയില്ല. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിവിധ സർവേകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനയാണ്. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായൊരു ട്രെൻഡ് അവിടെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ LDFിൻ്റെയും BJPയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി ഇതിനെ മറികടന്ന് പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, അത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത ഒരുപക്ഷെ നമുക്ക് അളക്കാൻ പോലും പറ്റാത്ത വലിയ സ്വീകാര്യത അവിടെ ലഭിക്കണം. അത് വലിയ രീതിയിൽ സംഭവിച്ച അടിയൊഴുക്കുകളുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. PV അൻവർ 10,000-നും അപ്പുറത്തേക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് എല്ലാ മുന്നണികളും. അതിനുള്ള സാധ്യതയാണ് നമ്മളും കാണുന്നത്. സുജയ പാർവതി, കണക്കുകൾ തെറ്റുമോ? കണക്കുകൾ ഇപ്പോൾ കൂട്ടിവെച്ചിരിക്കുന്നത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിലെ ഉത്തരങ്ങൾ മാറി മറിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് ചോദ്യകർത്താവിന് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ LDF പറയുന്നത് ഒരു തിൻ മജോറിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഒരു തിൻ മജോറിറ്റിക്ക് അപ്പുറത്തേക്ക് LDFന് പറയാൻ കഴിയാത്തത്? വിജയം അത്രയ്ക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ 5,000+ ഒക്കെ ഉറപ്പായും LDFന് പറയാൻ കഴിയും. അപ്പോൾ ഒരു തിൻ മജോറിറ്റി കിട്ടുന്നില്ല. തിൻ മജോറിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല മറ്റുള്ളവരുടെ വോട്ടും LDF കൃത്യമായി എത്രയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ മാത്രമല്ല അവൻ്റെയും മറ്റവൻ്റെയും വോട്ട് ഇത്രയാണ്. അതുകൂടി LDF ഇവിടെ കൃത്യമായി പറയുന്നത് ആ കണക്കിൽ നമുക്ക് കാണാൻ കഴിയും. 2,32,057 ആകെ പോൾ ചെയ്തത് 1,74,667 വോട്ടുകളാണ്. അങ്ങനെയാണ് 75.27% എത്തുന്നത്. അതിൽ സ്ത്രീ വോട്ടർമാരുടെ കൂടുതൽ സാന്നിധ്യം ഇത്തവണ ആകെ പോൾ ചെയ്ത വോട്ടുകളിലുണ്ട്. നല്ല രീതിയിൽ സ്ത്രീ വോട്ടർമാർ, നമ്മൾ ബൂത്തുകളിൽ വലിയ ക്യൂ ഒന്നും കണ്ടില്ല. പക്ഷേ ആദ്യത്തെ 2 മണിക്കൂർ അടക്കം 13% പോളിംഗ് ശതമാനം എത്തുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വന്ന് വോട്ട് ചെയ്ത് പോയിരിക്കുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. അപ്പോൾ അതൊരു ഡിസിസീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഒരു
വരവാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. 93,658 സ്ത്രീകൾ നിലമ്പൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം, അതായത് കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ വോട്ടുകളായി എത്ര പോൾ ചെയ്തു, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു മുന്നണിക്കും സ്ഥിരമായി ഫേവർ ചെയ്യാത്ത എന്നാൽ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന സ്ത്രീകളടക്കം. സ്വരാജിന്റെ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ സ്വരാജിനെ അഭിവാദ്യം ചെയ്യാൻ വന്നത് സ്ത്രീകളായിരുന്നു. അതുപോലെ തന്നെ മോഹൻ ജോർജിന്റെ കൊട്ടിക്കലാശ വേളയിലാണ് പിന്നീട് നമ്മൾ സ്ത്രീകളുടെ സാന്നിധ്യം വലുതായി കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് UDFന്റെ പ്രചാരണ ക്യാമ്പയിനുകളിൽ, അതുപോലെ അവരുടെ പരിപാടികളിൽ, അവിടെയൊക്കെ പ്രിയങ്ക ഗാന്ധി വന്ന പരിപാടിയിലടക്കം എത്രത്തോളം സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് കൂടി നോക്കണം. അപ്പോൾ സ്വരാജിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അതിൽ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽക്കുകയാണ്. അവിടെ കാരണം യുവ വോട്ടർമാരുടെ ആ ഒരു രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നത് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ തിൻ മജോറിറ്റിയെ കുറിച്ച് LDF പറയുമ്പോഴും അത് അവരുടെ ഉറച്ച വോട്ടുകൾ വെച്ചിട്ടായിരിക്കും ഈ കണക്ക് കൂട്ടുന്നത്. കാരണം നേരത്തെ പല കണക്കുകളും തെറ്റിയിട്ടുണ്ട്. വിജയം പ്രവചിച്ച പലയിടങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയടക്കം ജയം ഉറപ്പിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്നത് ചരിത്രം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ 2021 76% വോട്ട് പോൾ ചെയ്യുമ്പോഴാണ് 2700 വോട്ടുകളുടെ PV അൻവറിന്റെ വിജയം. അതിനുശേഷം തൊട്ട് അവസാനം നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലെ പോളിംഗ് എന്ന് പറയുന്നത് 61.91% ആണ്. അതായത് ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിലടക്കം ഒരു ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു, എന്നിട്ട് ഒന്ന് ഉപേക്ഷിച്ച് പെങ്ങൾക്ക് കൊടുത്തിട്ട് പോകുന്നു, പെങ്ങൾ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ എന്തായാലും പ്രിയങ്ക ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്. എന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യണോ, കുറച്ച് പേര് ചെയ്താലും ജയിക്കുമല്ലോ എന്ന് കരുതി പോളിംഗ് പെർസെൻറ്റേജ് അവിടെ കുറയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഇത്രയധികം സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്രയധികം സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നത് ഒരു ഫാക്ടറായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് അത്ര നിസ്സാരമാണ്, അല്ലെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കണക്കാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ UDFന്റെയും LDFന്റെയും കണക്കുകൾ അത് രണ്ടും, UDFന്റേത് LDF പോലെ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനമാണോ അവർ കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും എതിരാളികളുടെ വോട്ട് ഇത്രയാണ് എന്ന് കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്യാറില്ല. പക്ഷേ LDF അതും പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. LDF UDF വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യും, പഞ്ചായത്തുകൾ ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. പോത്തുകൽ, കരുളായി, അമരമ്പലം, നിലമ്പൂർ നഗരസഭ അവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. ഈ PV അൻവറിന്റെ വോട്ടിൽ കൃത്യമായ പ്രഡിക്ഷനാണ് LDF നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ 2 തവണ അവരുടെ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് അൻവറിന്റെ പോക്കറ്റുകൾ ഏതാണ്, അൻവർ എവിടെ നിന്നൊക്കെ വോട്ട് പിടിക്കുമെന്നത് LDFന് അറിയുന്നത് കൊണ്ടായിരിക്കാം 5120, 5121 ഇല്ല, 5119 ഇല്ല, 5120 വോട്ടുകൾ PV അൻവർ നേടുമെന്നതാണ് LDFന്റെ കണക്ക് കൂട്ടൽ. ഇത്ര കൃത്യമായ അൻവറിൻ്റെത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഷൗക്കത്തിന്റെ വോട്ടുകൾ പറയുന്നത് 78,595 ആണ്. അതായത് റൗണ്ട് ചെയ്ത് പോലുമില്ല, 79,000 ആക്കുന്നില്ല, 78,595 വോട്ടുകളാണ്. അപ്പോൾ ഇത്ര കൃത്യമായി ആറ്റിക്കുറുക്കിയെടുത്ത് ഈ കണക്ക് എങ്ങനെയാണ് തെറ്റുക? LDF ഇത്ര കൃത്യമായി, അതായത് എതിരാളികളുടേതടക്കം ഇത്ര കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുകയാണ്. NDAക്ക് 8,335 ആണ്. അപ്പോൾ ഈ കണക്കുകൾ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഈ കണക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബൂത്തുകൾ തിരിച്ചുകൊണ്ടുള്ള കൃത്യമായ ആളുകളെ ബൂത്തുകളിൽ എത്തിച്ച്, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച ഓരോ ഇടങ്ങളിലെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കണക്കായിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അതോ വെറുതെ ഒരു കണക്ക് ഇത് ഞങ്ങളുടെ കണക്കാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കില്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂരിലുള്ള നേതാക്കൾ മാത്രമല്ല അണികളടക്കം വിശ്വസിക്കുന്നത് സ്വരാജ് വിജയിക്കുമെന്നാണ്. ആ രീതിയിലാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ ഷൗക്കത്ത് വിജയിക്കുമെന്ന് ആദ്യ ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു. അതിനുശേഷം സ്വരാജ് ജയിക്കില്ല എന്ന് താങ്കൾ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കാരണം നമ്മൾ പലതവണ ചർച്ച ചെയ്തപ്പോൾ സ്വരാജിന്റെ അനുകൂല ഘടകങ്ങൾ, സ്വരാജിന്റെ അനുകൂല ഘടകങ്ങൾ സാധ്യതയുണ്ടെന്നുള്ളത് മാത്രമായിരുന്നു. ശരി, അതിനുശേഷം സ്വരാജിന്റെ സാധ്യതയും താങ്കൾ പറഞ്ഞു. നമ്മുടെ ഡിജിറ്റൽ ഡൊമൈൻ ആണല്ലോ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സാധ്യതകളൊക്കെ അങ്ങനെ പലതും ഇവിടെ പറഞ്ഞതാണ്, അതൊക്കെ ഡിജിറ്റൽ ഡൊമൈനിൽ അവൈലബിളുമാണ്. എല്ലാവരും പറഞ്ഞ സാധ്യത അവിടെ കിടപ്പുണ്ട്. PV അൻവറിനെ ജയിപ്പിച്ചത് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ PV അൻവറിനെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ PV അൻവർ 75,000 നിന്ന് അദ്ദേഹം റിയലിസ്റ്റിക് ആണ്. ഞാൻ PV അൻവറിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അദ്ദേഹം 75,000 പറഞ്ഞെങ്കിലും അദ്ദേഹം അത് 3 കുറച്ചിട്ടുണ്ട്. അപ്പോൾ 75,000 ഒന്നും കിട്ടില്ല, 25,000 എന്ന രീതിയിലേക്ക് PV അൻവർ യാഥാർത്ഥ്യ ബോധത്തോടെ വന്നിട്ടുണ്ട്. പക്ഷേ PV അൻവർ 3 ചുരുക്കുമ്പോൾ മണ്ഡലത്തിൽ PV അൻവറിന് 25,000 കിട്ടുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. PV അൻവർ 25,000 പിടിച്ചാൽ ഇടതുപക്ഷത്തിന് ഈ കണക്ക് തെറ്റും. കാരണം ഇടതുപക്ഷത്തിന്റെ കണക്കിൽ 5120 ഉള്ളൂ. അതിന്റെ 5 ഇരട്ടിയാണ് അൻവർ പറയുന്നത്. അപ്പോൾ 5-1 ഒന്നുകിൽ അൻവർ ചുരുക്കാൻ തയ്യാറാകണം, അൻവറിന്റെ കണക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷം 25,000 അൻവറിന് കൊടുത്തിട്ട് ഈ കണക്കൊന്ന് പുതുക്കി എഴുതണം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണോ പോകുന്നത്, UDFന്റെ ഭാഗത്തു നിന്നാണോ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂട്ടാനും തിരുത്താനും മായ്ച്ചെഴുതാനും ഒക്കെയുള്ള കണക്ക് നിലമ്പൂരിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. ഇവിടെ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾക്ക് ഒപ്പം തന്നെ അൻവർ പിടിച്ച വോട്ടുകൾ, ആ കണക്ക് കൃത്യമായി 2016 അതായത് അൻവർ ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന 2016 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 78,527 വോട്ടുകളാണ് അന്ന് അൻവർ പിടിച്ചത്. അതിൽ 78,527
ഒരു 60,000 മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ. ബാക്കി 18,527 അൻവർ സ്വന്തം നിലയ്ക്ക്. അൻവർ നേരത്തെ കോൺഗ്രസിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ അൻവറിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. പൂർണ്ണമായും ഒരു ഇടതുപക്ഷത്തിനൊപ്പം ആദ്യകാലം മുതലേ നിന്ന ഒരു നേതാവൊന്നുമല്ല PV അൻവർ. അപ്പോൾ അൻവറിന്റെ ബേസ് എന്താണ്, അൻവർ ഏത് രീതിയിലാണ് ആ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അൻവറിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമല്ല, ഇക്കഴിഞ്ഞ 9 വർഷത്തെ ബന്ധം മാത്രമല്ല അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറമുള്ള ബന്ധങ്ങൾ PV അൻവറിനുണ്ട്. ആ പോക്കറ്റുകളിൽ അൻവർ പ്രചാരണം നടത്തിയ സ്ഥലങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കണം. അൻവർ അവസാന ഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ചത് വഴിക്കടവിലും ചുങ്കത്തറയിലും ഒക്കെയാണ്. അതുപോലെ തന്നെ പോത്തുകല്ല്, അമരമ്പലം, എടക്കര, അൻവറിന്റെ സ്വാധീന മേഖലകളിൽ അൻവർ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ കൊട്ടിക്കലാശം നടക്കുന്ന വേളയിലും ഈ പറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് കൃത്യമായി അൻവർ പോയത്. അപ്പോൾ അൻവർ എന്നറിയാം, അൻവർ ജയിക്കില്ല എന്നുള്ളത് അൻവറിനറിയാം. എന്നാൽ എവിടെ നിന്നാണ് വോട്ട് ചോർത്തേണ്ടത് എന്നതിനെക്കുറിച്ച്, അതായത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് എം സ്വരാജിനെ എത്രത്തോളം, അതായത് പിണറായിസത്തിന്റെ പ്രതിരൂപമാണ് സ്വരാജ് എന്ന് പറയുമ്പോഴും എം സ്വരാജിനേക്കാൾ അൻവറിന്റെ ഒരു എതിരാളിയായി അൻവർ കാണുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ രീതിയിലായിരുന്നു അൻവറിന്റെ പ്രതികരണങ്ങൾ. അത് ആര്യാടൻ ഷൗക്കത്തിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് അൻവറിന് എതിർപ്പുണ്ടായിരുന്നു എന്നതാണ്. അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് UDF-ലേക്കുള്ള വാതിൽ അൻവർ തന്നെ പകുതി അടച്ചുവെച്ചത്. ബാക്കി VD സതീശൻ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു പ്രതികാര ബുദ്ധി PV അൻവറിന് ഉണ്ടാകാതിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം വഴിക്കടവ് എന്ന് പറയുന്നത് UDF-ന്റെ സ്വാധീന മേഖലയാണ്. അവിടെ പോയി അവസാന ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചത് എന്തിനാണ്? ആ ഭാഗത്തെ വോട്ട് ചോർത്താനല്ലേ. വഴിക്കടവിൽ ഇപ്പോഴും LDF പറയുന്നത് UDF-ന് അവിടെ ലീഡ് കിട്ടും എന്നുള്ളതാണ്. വഴിക്കടവിലും മൂത്തേടത്തും അൻവർ കേന്ദ്രീകരിച്ച ചുങ്കത്രയിലും UDF-ന് ലീഡ് കിട്ടുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്ക്. എന്നാൽ ആ കണക്ക് തെറ്റിക്കാൻ ഒരാൾക്കേ കഴിയുകയുള്ളൂ, PV അൻവറിന്. PV അൻവർ അവിടെ ഈ പറഞ്ഞ 5120 കൂടുതൽ UDF വോട്ടുകൾ പിടിക്കണം. UDF വോട്ടുകൾ തങ്ങളുടേതല്ലാത്ത, ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത 5120 വോട്ടുകളായിരിക്കുമല്ലോ LDF കണക്ക് കൂട്ടിയത്. അപ്പോൾ അതല്ലാതെയുള്ള UDF വോട്ടുകൾ അൻവർ പിടിക്കുന്നുണ്ടോ? ആൻഡോ സാറിന്റെ 25,000-ലേക്ക് എത്താൻ 25,000 PV അൻവറും പറയുന്നത്. സാർ ഇപ്പോഴും 25,000-ലല്ലേ നിൽക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ 25,000 കൂടുമെന്ന് പറയുന്നത്. അതിലും കൂടും, കുറയത്തില്ല. 20,000 തുടങ്ങി 25,000 വരെ. ഈ 5120-ലേക്ക് പോവില്ലല്ലോ, പോവില്ല. അപ്പോൾ അങ്ങനെയാണ് PV അൻവറും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ടുകൾ, UDF-ന്റെ വോട്ടുകൾ എത്രത്തോളം അൻവറിനെ പിടിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇവിടെ കെ സുധാകരന്റെ ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അൻവറിന് വേണ്ടി ബാറ്റ് ചെയ്യാനായി കെ സുധാകരൻ ഇടയ്ക്കൊന്ന് ശ്രമിച്ചിരുന്നു. മാത്രമല്ല കെ സുധാകരന് നിലമ്പൂരിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? മഞ്ചേരി വരെ എത്തി അവിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ പലതുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ എത്രയായിരിക്കും ഭൂരിപക്ഷമെന്നോ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നോ എന്തെങ്കിലും പ്രസ്താവനകൾ നമ്മൾ നടത്തിക്കണ്ടോ? ഒന്നുമില്ല. അൻവറിനെ മുന്നണിയിൽ എടുക്കണം എന്നുള്ള ആ പ്രസ്താവനയ്ക്കൊപ്പം, അല്ലെങ്കിൽ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ അൻവറിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾക്കപ്പുറം പിന്നീട് ഒരു സൈലന്റ് ആയ കെ സുധാകരൻ അൻവറിനെ എടുക്കണം എന്നുള്ളത് ഭൂരിഭാഗം നേതാക്കന്മാർക്ക് തിരിഞ്ഞു. VD സതീശൻ എടുത്ത ഒരു സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാൻഡിഡേറ്റ് സെലക്ഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. VS ജോയിക്ക് വേണ്ടിയാണല്ലോ അൻവർ ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയത്. VS ജോയി ഇതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാന്യമായി പെരുമാറിയ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് VS ജോയി ആണ്. അതിലും VS ജോയിയെ നമ്മൾ അഭിനന്ദിക്കുക കൂടി വേണം. കാരണം VS ജോയിക്ക് നല്ല രീതിയിൽ, അയാൾ ഇത്രയും കാലമായി അവിടെ ഗ്രൗണ്ട് വർക്ക് ചെയ്തത് VS ജോയിയാണ്. VS ജോയി അത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഉഴുതുമറിച്ചിട്ട ഒരു നിലത്ത് വിത്തെറിയുന്ന പണിയെ അവിടെ ആര്യാടൻ ഷൗക്കത്തിനും അവിടേക്ക് എത്തിയ UDF-ന്റെ നേതാക്കൾക്കും ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്കധികം ആ മണ്ണിനെ പരുവപ്പെടുത്തിയിരുന്നു VS ജോയി അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി. 2026 മത്സരിക്കുന്നതിന് വേണ്ടി, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് കരുതിയല്ല, 2026 അവിടെ ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് VS ജോയി ആത്മാർത്ഥമായി കരുതിയിട്ടുണ്ട്. നേതാക്കൾ അദ്ദേഹത്തിന് ഉറപ്പും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുക്കിയിട്ട മണ്ണിൽ വിത്തെറിയുന്ന പണിയെ അവിടെ ആര്യാടൻ ഷൗക്കത്തിന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ VS ജോയി ഒരുക്കിയിട്ട ആ നിലത്ത് VS ജോയി അല്ല മറ്റൊരാൾ വന്നു എന്നുള്ളത് അവിടുത്തെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ടോ? VS ജോയിയെ ചതിച്ചതിനുള്ള ഒരു വോട്ടും, ഈ മാസമായി വന്ന് വോട്ട് ചെയ്തത് VS ജോയിയെ അനുകൂലിക്കുന്ന ആളുകൾ, മുന്നണി തോൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകില്ല, പക്ഷേ VS ജോയിയെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ആ രീതിയിലും വോട്ടുകൾ വീഴാം. സ്ത്രീകളടക്കമുള്ളവർക്ക്, മലയോര മേഖലയിലുള്ളവർക്ക്, ക്രൈസ്തവ വോട്ടുകൾക്ക് ഒക്കെ അങ്ങനെ തോന്നാനുള്ള മനുഷ്യന്റെ മനസ്സാണ്. നമ്മളിങ്ങനെ എണ്ണി കൂട്ടുന്നത് പോലെ ആയിരിക്കില്ല പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ പല കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോഴായാലും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു കേഡർ വോട്ടല്ല ഒരാൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായും പല ഫാക്ടേഴ്സ് സ്വാധീനിച്ചതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നതെന്ന് നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ അനുഭാവി വോട്ടുകൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും. അപ്പോൾ ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനെ UDF-ൽ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ LDF-ലേക്ക് പോയേനെ എന്നുള്ള തോന്നൽ വരെ ഒരു ഘട്ടത്തിൽ തോന്നിപ്പിച്ചിരുന്നു. അതായത് ഇവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് പോകും. അതൊക്കെ ആ മണ്ഡലത്തിൽ ആ ഘട്ടത്തിൽ ചർച്ചയായത്
ഉണ്ടായതാണ്. ഈ കഴിഞ്ഞ 21 ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതിന് മുൻപുള്ള കാര്യങ്ങൾ കൂടി അവിടെ ചർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കണക്കുകളെല്ലാം തെറ്റും. അവിടെ PV അൻവറിന് 5120 അല്ലെങ്കിൽ അതിൽ താഴേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടതുമുന്നണിയുടെ കണക്ക് ശരിയാകുന്ന സാഹചര്യം വരും. അപ്പോൾ പൂർണ്ണമായും എഴുതി തള്ളാറായിട്ടില്ല ഇടതുമുന്നണിയുടെ കണക്കിനെ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും മനോഹരമായ ചില ദൃശ്യങ്ങളിലൊന്ന് VS ജോയിയുടെ പുഞ്ചിരിയാണ്. അതെ അതെ. മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്തും അതേപോലെ സ്വരാജും തമ്മിൽ തോളിൽ കയറ്റി നിൽക്കുന്ന ഒരു ചിത്രമാണ്. മറ്റൊന്ന് ആ മഴയത്ത് നനഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് പോരാളിയായി നിൽക്കുന്ന സ്വരാജിന്റെ ചിത്രമാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മനോഹരമായ UDF ജയിക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. അവിടെ UDF ജയിക്കുകയാണെങ്കിൽ UDF ഒറ്റക്കെട്ടാണെന്ന് പറയാം. UDF ഒറ്റക്കെട്ടാണ്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി സ്വരാജ് പരാജയപ്പെട്ടാൽ പോലും സ്വരാജ് ഒരു പോരാളിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പിൻവാങ്ങുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ 2000 വോട്ടിൽ താഴെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാനുള്ള സാധ്യത കൂടുതലുണ്ടല്ലോ. എങ്കിൽ പോലും സ്വരാജ് അടയാളപ്പെടുത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ട് പോവുകയാണെങ്കിൽ പിൻവാങ്ങുന്നത്. മറുഭാഗത്ത് അത് ആര്യാടൻ ഷൗക്കത്തിന് വിജയമാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് goes to VS ജോയ് എന്നുകൂടിയാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവരുടെയും ഒപ്പം VS ജോയ്ക്കും. VS ജോയാണ്. അതാണ് ഞാൻ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 23-നല്ല, ഞാൻ ഇന്ന് തന്നെ VS ജോയ് എത്ര മാന്യമായിട്ടാണ്. കാരണം നിഷേധിക്കപ്പെട്ട ഉള്ളു നൊന്താൽ പോലും അത് പുറത്ത് കാണിക്കാതെ VS ജോയ് മാന്യമായി ഒരു കാര്യം കൂടി പറയാം. അതായത് ആ നിമിഷങ്ങളിലെല്ലാം VS ജോയ്ക്ക് വേണമെങ്കിൽ വൈകാരികമായി പ്രതികരിക്കാമായിരുന്നു. ഒരു കണ്ണീര് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അതൊന്നുമില്ല. അപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ്. ഉള്ളിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ് VS ജോയ്. പക്ഷേ അപ്പോഴും വളരെ കൃത്യമായിട്ട് നിന്നു. ഒരു തരത്തിലുള്ള ശാഠ്യങ്ങൾക്കും അദ്ദേഹം പോയില്ല. ആ എല്ലാ നിമിഷങ്ങളിലും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്രെഡിറ്റ് VS ജോയ്ക്കൊക്കെ പൊക്കോട്ടെ, UDF പൊക്കോട്ടെ. പക്ഷേ അതിനുശേഷം VD സതീശനെ വെല്ലാനൊരു നേതാവ് ഉണ്ടാവില്ല. അതാണ് രാഷ്ട്രീയമായി സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ എതിരാളികൾ ഇല്ലാതാവും. ഒറ്റർത്ഥത്തിൽ അതായത് ജയിക്കുകയാണെങ്കിൽ UDF ജയിക്കുന്ന പക്ഷം കോൺഗ്രസിനുള്ളിൽ എതിരാളികൾ അതെ. ഈ PV അൻവർ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ഡിസ്കസ് ചെയ്താലും എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് PV അൻവർ പിടിക്കുന്ന വോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ 10,000 താഴെയാണ്. LDF 5,000 സംതിങ് വോട്ട്. എത്ര പറയണ LDF? 5120. ഞാൻ വിചാരിക്കുന്നില്ല 5220 10,000. അപ്പോൾ ഈ 10,000 മേലേക്ക് ഒരു വോട്ട് കൂടിയാണ്ടല്ലോ അത് എവിടെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ UDFന്റെ ഭാഗത്ത് ഒരു കറക്റ്റ് കണക്ക് വരുന്നില്ല. ആ വന്നത് LDFന്റെ ഭാഗത്തു നിന്നാണ് കറക്റ്റ് കണക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നില്ല എന്ന് വിചാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അൻവർ എത്ര വോട്ട് എവിടുന്ന് കൊണ്ടുപോകും എന്നുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അൻവറിന് പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അൻവറിന് വരെ എവിടുന്ന് വോട്ട് എനിക്ക് കിട്ടും, ഞാൻ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിയാലിറ്റി എത്ര ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നില്ല എന്നുള്ള അൻവറിൻ്റെ ആൾക്കവസ്ഥ. അതിനകത്ത് ഇപ്പോഴും നിൽക്കുന്ന ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം PV അൻവറിന്റെ അടിയൊഴുക്ക്. അല്ല, ഞാൻ നമ്മൾ ഈ വിഷയം എടുത്തതിൻ്റെ തൊട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെങ്കിൽ 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നത്. അൻവർ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അസദുദ്ദീൻ ഒവൈസി ഉണ്ടാക്കിയ അതേ എഫക്റ്റ് ആണ്. ഒരു സ്പോയിലർ എഫക്റ്റ് ഈ മണ്ഡലത്തിൽ അൻവർ ഉണ്ടാക്കാൻ. പക്ഷേ അങ്ങനെ പറ്റില്ല കേട്ടോ. അസദുദ്ദീൻ ഒവൈസി ആ സ്പോയിലർ എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ UDF തോക്കണം. കാര്യം UDFിലേക്ക് എത്തി, LDFനെ കുറ്റം പറഞ്ഞ് UDFിലേക്ക് എത്തി, UDFനെ വിജയിപ്പിച്ച് കഴിയുന്നതോടുകൂടി PV അൻവർ രാഷ്ട്രീയമായിട്ട് അപ്രസക്തനാവും. അല്ല, ഞാൻ UDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അത് അൻവറിന്റെ ഇഫക്റ്റ് അല്ല. അതിനകത്ത് അരുൺ സാർ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൻവർ ഒരു 10-20,000 വോട്ട് പിടിക്കുകയും ഈ പറഞ്ഞ UDF അധികാരത്തിലേക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. കാരണം അൻവർ പിടിക്കേണ്ട വോട്ട് അൻവർ അവിടെ പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഇവര് ഷൗക്കത്ത് പിടിക്കേണ്ട വോട്ട്, അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നു. കണക്ക് തെറ്റുമോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. കണക്കുകൾ തെറ്റും, ഒന്നല്ലെങ്കിൽ മറ്റുള്ളവരുടെ. Meet the editors.